കോവിഡിന് ശേഷം മലയാള സിനിമാ വ്യവസായം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പല നിവേദനങ്ങളും സർക്കാരിന് കൊടുക്കുകയുണ്ടായി. എന്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കുക, അതുമാതിരി തന്നെ PWD ഡിപ്പാർട്ട്മെന്റിനും സാംസ്കാരിക വകുപ്പിനും ഇലക്ട്രിസിറ്റി മിനിസ്റ്റർക്കും എന്ന് വേണ്ട സിനിമാ മേഖലയുമായിപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും നമ്മൾ പല പ്രാവശ്യം കത്ത് കൊടുക്കുകയുണ്ടായി. പല പ്രാവശ്യം കത്ത് കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ ആ ഭാഗത്തുനിന്ന് ഒരു അനുഭവമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചേംബറിന്റെ അനുമതിയോട് കൂടിയിട്ട് 6/2/2025 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൂടിയ മീറ്റിംഗിൽ വെച്ച് പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് മുൻ ചേംബർ പ്രസിഡന്റുമായിരുന്ന ശ്രീ G. സുരേഷ് കുമാർ അവിടെ വെച്ച് നമ്മുടെ ഈ സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്നിരിക്കുന്ന എക്സിബിറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ എന്ന വിഭാഗങ്ങളൊക്കെ ഒരു സമരരംഗത്തേക്ക് പോണ്ടി വരുന്നു. അതിന് ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിന് ചർച്ച നടന്നു. അതിനുശേഷം ഇപ്പം ഇന്ന് എല്ലാ അഫിലിയേറ്റ്സുകളെയും വിളിച്ച് നമ്മളിപ്പോൾ മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനു മുമ്പ്, ഈ മീറ്റിംഗ് കൂടുന്നതിന് മുൻപ് തന്നെ ഈ സമരാഹ്വാനം വന്നതിന് ശേഷം മുൻ പ്രസിഡന്റും G. സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റായ പ്രൊഡ്യൂസേഴ്സിന്റെ G. സുരേഷ് കുമാറിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് സംസാരിക്കുകയും ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ വെക്കാതെ സമരത്തിന് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ എന്തായാലും ചർച്ച 10-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമാ മന്ത്രി നമ്മളെ എല്ലാ അഫിലിയേറ്റ്സിനും വിളിച്ചുകൊണ്ട് ഒരു അഫിലിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ എന്ന് പറഞ്ഞ സംഘടനകളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വെക്കാമെന്ന്, 10-ാം തീയതിക്ക് ശേഷം ഒരു മീറ്റിംഗ് വെക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ്. അദ്ദേഹം അതിന് ഒരു മീറ്റിംഗിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ സൂചനാ പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമാ മന്ത്രി വിളിച്ച മീറ്റിംഗ്. ആ മീറ്റിംഗിൽ സിനിമാ മിനിസ്റ്റർ മാത്രമായിരിക്കില്ല, ഒന്നുകിൽ അതിനുശേഷമായിരിക്കും മറ്റു വകുപ്പുകൾ, സിനിമാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മറ്റു വകുപ്പുകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാ വ്യവസായത്തിന് ഗുണകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് വെക്കും. ആ മീറ്റിങ്ങിനോട് ശേഷം നമ്മൾ ഒരു ഡേറ്റ് മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് അനുഭവപൂർവമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേംബറിന്റെ നേതൃത്വത്തിൽ ഒരു സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ നിലനിൽപ്പാണ് ഇതിൽ പ്രധാന വിഷയം. സിനിമാ തിയേറ്ററുകളായാലും ശരി, പ്രൊഡ്യൂസർ ആയാലും ശരി, ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ശരി, നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 3 ദിവസം ഷോ നടന്നാൽ 4 ദിവസം ഷോ ഇല്ല. ആ രീതിയിലാണ് സിനിമാ തിയേറ്ററുകൾ പോകുന്നത്. ഇത് പ്രൊഡ്യൂസറെയും ബാധിക്കുന്നതാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനും ഒരു നല്ല ഒരു ചർച്ചയിൽ വരുമെന്ന്, നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് സൂചനാ സമരം ഇപ്പോൾ അനൗൺസ് ചെയ്യുക. ആ ചർച്ചയ്ക്ക് ശേഷം അനുഭവപൂർവമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ മറ്റ് ഭാവി കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതിന് ശേഷം ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 11-12 തിരുവനന്തപുരത്ത് മറ്റേ പൊങ്കാല തിരക്കിയത് കൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. നമ്മൾ എടുത്തു കഴിഞ്ഞു, മാധ്യമപ്രവർത്തകർക്ക് എടുത്തു കഴിഞ്ഞു. ആദ്യം സർക്കാരോട് ചർച്ചയ്ക്ക് പോയതിനു ശേഷം ഓരോ സൂചനാ പണിയെടുത്ത് കഴിഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങൾ സൂചനാ പണിയെടുത്തതായിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കഴിഞ്ഞ പ്രസ് മീറ്റിലൂടെ പറഞ്ഞിട്ടില്ല എന്നുള്ള 18 ദിവസം വീണ്ടും പെട്ടെന്ന് ഒരു ചേഞ്ച് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാകേഷോടും സുരേഷോടും എല്ലാവരും മിനിസ്റ്ററുമായിട്ട് കണ്ടിരുന്നതാണ് എനിക്ക് റിപ്പോർട്ട്. അവർ ചർച്ച ചെയ്തു, മിനിസ്റ്റർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രം ഈ സൂചനാ പണിയെടുത്ത് ഈ ജൂൺ 1 4 മാസത്തിനാണ് സമരം പറയുന്നത്. ഇനി 10-ാം തീയതി ചർച്ച ചെയ്തിട്ട് അന്ന് മന്ത്രിയിൽ ഉറപ്പ് കിട്ടി ഒരു സൂചനാ പണിമുടക്കായിട്ട് ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. സൂചനാ പണിമുടക്കായിട്ട് മുന്നോട്ടായിട്ട് വെക്കില്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. സൂചനാ പണിമുടക്ക് നമ്മൾ പിൻവലിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂചനാ പണിമുടക്ക് നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സുരേഷ് ഏട്ടനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് പോരെ എന്നുള്ള ചർച്ച അവിടെ വന്നു. അപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയെ നമ്മൾ എന്തായാലും അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേറ്റ് നമ്മളിപ്പം തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡിമാൻഡ്സ് പലതും കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് മുൻപ് സാംസ്കാരിക സിനിമാ മന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള ഒരു മീറ്റിംഗ് ഞങ്ങൾ ചേംബർ അവിടെ പ്രതികരിച്ചുകൊണ്ട് KSFPC ചെയർമാന്റെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ ഡിമാൻഡുകളും കൊടുത്തിട്ടുള്ളതാണ്. അതൊരു 5-6 മാസം മുമ്പ്. അപ്പൊ അന്നും KSFPC ചെയർമാൻ സിനിമാ മന്ത്രിക്ക് ഇത് കൊടുത്തതിന് ശേഷം ചർച്ചയ്ക്ക് വീണ്ടും വിളിക്കുന്നതെന്നും പറഞ്ഞാണ്
ഈ ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് മീറ്റിംഗിൽ വിളിക്കുന്നു പറഞ്ഞാണ്. അതില്ലാതായിട്ടായപ്പോഴാണല്ലോ നമ്മൾ അനൗൺസ് ചെയ്യേണ്ടി വന്നത്. അനൗൺസ് ചെയ്ത ഡേറ്റ് ഇപ്പൊ അത് വന്നു. അനൗൺസ് ചെയ്ത ഡേറ്റ്, അതായത് സൂചനാ സമരവും അനിശ്ചിതകാല സമരം അനൗൺസ് ചെയ്തപ്പോൾ സിനിമാ മന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സുരേഷിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നമ്മളൊന്ന് വിളിച്ച് ചർച്ചയ്ക്ക് ചെയ്തതിന് ശേഷം പറയുന്നു. നമ്മൾ തീർച്ചയായിട്ടും അത് എന്ന് പറയാൻ ഞങ്ങൾ ചേംബർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളത് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പോകും. ചർച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് സിനിമാ മന്ത്രി മാത്രമല്ല ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കേണ്ടത്. ഞങ്ങളെ വിഷയം പഠിക്കേണ്ട ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, PW മിനിസ്റ്റർ ഉണ്ട്, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഉണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടാണല്ലോ സിനിമാ വ്യവസായം. അപ്പൊ ഇതിനെ പറ്റി മൊത്തത്തിലുള്ള ചർച്ച ഉണ്ടാവും. അതും കൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ സൂചനാ സമരം പിന്നെ മറ്റുള്ള അനിശ്ചിതകാല സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും.